ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇറ്റലിയിലെ മിലാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചിങ്കുറ്റെറ എന്ന് പറയുന്ന സിറ്റി കണ്ടിട്ട് മിലാനിൽ വന്ന് സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് മിലാനിലുള്ള അട്രാക്ഷൻസ് ഒക്കെ കാണാൻ പോകുമെന്ന് വിചാരിക്കുന്നു. മിലാനിൽ മെയിനായിട്ടുള്ളത് ഇവിടെ ഒരു കാത്തീഡ്രലുണ്ട്, പിന്നെ മിലാനിലെ സിറ്റി ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ഈ മിലാൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ സിറ്റിയാണ്. പിന്നെ പ്രാഡ എന്ന് പറയുന്ന ഷോപ്പിംഗ് ബ്രാൻഡ് ഉണ്ടായത് മിലാനിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് മിലാനിൽ പോയിട്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം മിലാനിൽ കാണാൻ പോകുന്നത് മിലാൻ കത്തീഡ്രലാണ്. ഈ കത്തീഡ്രലിനെ ഡുവോമോ ഡി മിലാനോ അല്ലെങ്കിൽ മിലാൻ കത്തീഡ്രൽ എന്നും പറയും. ഈ കാത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ്സ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് €6 കിഡ്സിന് €3 ഈ മിലാൻ കത്തീഡ്രൽ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഏറ്റവും വലിയ കത്തീഡ്രലാണ്. അതേപോലെ തന്നെ യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റും വേൾഡിലെ 5th ലാർജസ്റ്റ് കത്തീഡ്രലുമാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറാൻ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വരുന്നവർക്ക് ഒരു ഏപ്രൺ പോലെ ഒരു കോട്ടൊക്കെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ഇത് ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന മൊത്തം മാർബിളിലാണ്, പല ഡിസൈനിലുള്ള മാർബിൾസ്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ തന്നെ 52 പില്ലേഴ്സ് ഉണ്ട്. ഇതിലെ 52 പില്ലേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇയറിലെ 52 വീക്സ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ കുറേ സ്റ്റാച്യൂസ് കാണാം. ഏകദേശം 3400 സ്റ്റാച്യൂസ് ഇതിനുള്ളിലുണ്ട്. അതേപോലെ ഇതിലെ വിൻഡോസിലെ ഗ്ലാസ് എന്ന് പറയുന്നത് സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ്. അതായത് പുറത്തുനിന്നുള്ള ലൈറ്റ്സിനെ എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്താണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതേപോലെ ഈ വിൻഡോസിൻ്റെ ഗ്ലാസ്സിൽ നല്ല നല്ല പെയിൻറ്റിങ്സും കാണാൻ പറ്റും, ബൈബിൾ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ. ഇതിൻ്റെ റൂഫ് ടോപ്പിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ലിഫ്റ്റോ സ്റ്റെയേഴ്സോ യൂസ് ചെയ്യാം. ഇപ്പോൾ ലിഫ്റ്റിൽ പോവുകയാണെങ്കിൽ അഡൾട്ട്സിന് €15 കിഡ്സിന് €7 ഞങ്ങൾ സ്റ്റെയേഴ്സ് യൂസ് ചെയ്താണ് പോയത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്ലോർ നന്നായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടുപോകാൻ പറ്റും. ഈ മിലാനിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1386 ഏകദേശം 6 centuries എടുത്തു ഇത് മൊത്തം കൺസ്ട്രക്ട് ചെയ്ത് തീരാനായിട്ട്. അതായത് 579 years എടുത്തു എന്നാണ് പറയുന്നത്. ഏകദേശം 600 years പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഈ കാണുന്നത് മിലാൻ സിറ്റിയാണ് കേട്ടോ. നമുക്ക് മുകളിലോട്ട് പോകുന്തോറും, ഈ കത്തീഡ്രലിൻ്റെ മുകളിലോട്ട് പോകുന്തോറും നമുക്ക് മിലാൻ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഇതിനുള്ളിലെ സ്റ്റാച്യൂസ് മൊത്തം കാർവ് ചെയ്തേക്കുന്ന മാർബിളിലാണ്. നമുക്കിതിനുള്ളിൽ എത്തുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ 580 years കൺസ്ട്രക്ട് ചെയ്യാൻ എടുത്തു എന്നുള്ളത്. അത്രത്തോളം അതിശയിപ്പിക്കുന്ന ആർക്കിടെക്ചറാണ് ഇതിനുള്ളിലുള്ളത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കൊരു അതിശയം തന്നെയാണ് കേട്ടോ. ഇതിനുള്ളിൽ ഇത്രയും ആർക്കിടെക്ചർ, ഇത്രയും എന്താ പറയുക, സ്റ്റാച്യൂസും എല്ലാം മാർബിളിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ഇതിനുള്ളിൽ നിൽക്കുമ്പം. ഇറ്റ്സ് റിയലി അമേസിങ്. ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര സമ്മർ ടൈമിലാണ് ഞങ്ങൾ പോയത്. 40 degrees അന്നത്തെ വെതർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. അത് അത്രയും ചൂടായിരുന്നു. ഓഗസ്റ്റ് ടൈമിലാണ് നമ്മൾ പോയത്. ഈ കാത്തീഡ്രലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 350 feet ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മിലാൻ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ മിലാൻ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കത്തീഡ്രലെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ കത്തീഡ്രലിൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആർച്ച് പോലൊരു ബിൽഡിങ് കാണാം. ആ ബിൽഡിങ്ങിൻ്റെ പേര് ഗലേറിയ വിറ്റോറിയോ ഇമ്മാനുവൽ എന്നാണ്. ഈ ഗലേറിയക്കുള്ളിൽ നിറയെ ഷോപ്സാണ് കേട്ടോ, ബ്രാൻഡഡ് ഷോപ്സ്. ആറ്റിക്കോ, പ്രാഡ, ഗൂഷി, അർമാനി, ഇതിൻ്റെയൊക്കെ ഷോപ്സ് ഇതിനുള്ളിൽ കാണാം. പ്രാഡയുടെ ഫസ്റ്റ് ഷോപ്സ് വന്നത് മിലാനിലെ ഈ ഗാലറിക്കുള്ളിലാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് 160 years പഴക്കമുണ്ട്. ഇനി ഞങ്ങൾ കത്തീഡ്രൽ ഇറങ്ങിയിട്ട് മിലാൻ സിറ്റി കാണാൻ പോകുമെന്നാണ് വിചാരിക്കുന്നത്. സിറ്റിയും ചെറിയ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഈ മിലാൻ വിടാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഇറ്റലി ട്രിപ്പിൻ്റെ 4th day ആണ്. ബാക്കിയുള്ള
ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ വേറെ വീഡിയോസായിട്ടിടാം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ഡിയേഴ്സ്.